കേരള സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ടയാൾ മരിച്ച നിലയിൽ കണ്ണൂർ ചൊവ്വ സ്വദേശി PN ഷാജിയാണ് മരിച്ചത്. താൻ നിരപരാധിയാണെന്ന കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കോഴ വിവാദവും അതിനോടനുബന്ധിച്ച് സംഘർഷങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിലടക്കം ഇതൊരു ട്രാപ്പാണെന്ന് വിധികർത്താക്കളടക്കം പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ടയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂർ ചൊവ്വ സ്വദേശി PN ഷാജിയാണ് മരിച്ചത്. ഈ മരണത്തോടൊപ്പം തന്നെ താൻ നിരപരാധിയാണെന്ന കുറിപ്പ് കൂടി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. സജോ ദേവസ്യ ചേരുന്നു. സജോ, വിവരങ്ങൾ? സജോ, വലിയ വിവാദമായിരുന്നു ഈ കോഴ ആരോപണം. ആ ഘട്ടത്തിൽ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ തന്നെ ഇതൊരു ട്രാപ്പാണെന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വിധികർത്താക്കൾ തന്നെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, അത്തരത്തിൽ ആരോപണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കേരള സർവകലാശാല കലോത്സവം തന്നെ നിർത്തിവെക്കുന്നതിലേക്ക് വഴിതെളിച്ച കോഴ ആരോപണമാണ്. അതിൽ ആരോപണ വിധേയനായ വിധികർത്താവിനെയാണ് നിലവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണൂർ ചൊവ്വ സ്വദേശിയായ PN ഷാജിയെയാണ് വീട്ടിൽ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നതാണ് ഇപ്പോഴത്തെ പോലീസിന്റെ നിഗമനം. അദ്ദേഹത്തിന് ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ നിരപരാധി എന്ന് സൂചിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിഷം കഴിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ആത്മഹത്യ ആ സമയം അവിടെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ തന്നെയാണ് വീട്ടിൽ കണ്ടെത്തിയത്. പിന്നീട് കണ്ണൂർ സിറ്റി സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായിരുന്നു. നാളെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസും നൽകിയിരുന്നു. വിധികർത്താവായ ഷാജിയുടെ ഫോണിലേക്ക് ചില ആശയവിനിമയങ്ങളൊക്കെ നടന്നു. അതിനുശേഷം വിധികർത്താക്കളുടെ അനുമതിയോടുകൂടിയും അവരുടെ പിന്തുണയോടുകൂടി ഈ ഫലം അട്ടിമറിക്കുന്നതിനോട് ഇടപെടലുണ്ടായി എന്ന ആരോപണമൊക്കെയാണ്. അതിനിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനമടക്കം വിധികർത്താവ് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലടക്കം തങ്ങളെ കുടുക്കിയതാണ് എന്ന ആരോപണമടക്കം വിധികർത്താക്കൾ ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹത്തോടൊപ്പം, അതായത് ഈ വിധികർത്താവിനോടൊപ്പം പരിശീലകരായ മറ്റു രണ്ടുപേർ കൂടിയാണ് ആ ഘട്ടത്തിൽ അറസ്റ്റിലായത്. അതിനുശേഷം ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. പിന്നീട് ഷാജി അടക്കമുള്ള ആളുകൾ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. കണ്ണൂർ ചൊവ്വയിലെ വീട്ടിലേക്ക് ഷാജി തിരിച്ചെത്തി. മറ്റു പലരോടും ഇതിൽ കെണിയിൽപ്പെടുത്തിയതാണ്, ഇതിലേതെങ്കിലും തരയ്ക്ക് കുറ്റവാളിയല്ല എന്ന വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ചില വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ആ ഘട്ടത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദനം അഴിച്ചുവിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എന്തെല്ലാം വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. പക്ഷെ അതിൽ പ്രധാനമായും പറയുന്നത് ഇദ്ദേഹം പോലീസ് നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വിവരം നിരപരാധി എന്നതടക്കമുള്ളതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആത്മഹത്യ എന്ന നിഗമനം തന്നെയാണ്, മറ്റെന്തെങ്കിലും ഒരു ദുരൂഹത അക്കാര്യത്തിൽ ഇല്ല എന്നാണ് പ്രാഥമികമായി പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. ഈ കലോത്സവം തുടങ്ങിയ ഘട്ടം മുതൽ വലിയ തോതിലുള്ള ആരോപണങ്ങളും യുവജനോത്സവം തന്നെ അലങ്കോലമാകുന്ന സാഹചര്യം, പിന്നീട് സംഘർഷവും ഒക്കെ ഉണ്ടായി. പിന്നീട് പലതവണ പോലീസ് ഇടപെട്ടു. ഒപ്പം BC അടക്കമുള്ള ഒടുവിൽ അത് നിർത്തിവെക്കേണ്ടതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. പിന്നീടാണ് കോഴ ആരോപണം, അതുമായി ബന്ധപ്പെട്ട പലതരം തെളിവുകൾ പുറത്തു വന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. ഈ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കവെയാണ് വിധികർത്താക്കളുടെ മേൽ സ്വാധീനം ഉണ്ടായി എന്ന തെളിവുകൾ ലഭിച്ചു എന്ന ആരോപണം യൂണിയൻ ഉന്നയിക്കുകയും യൂണിയൻ വിധികർത്താക്കളെ തടഞ്ഞു വെക്കുകയും ഒക്കെ ആണ് ചെയ്തത്. SFI ഭരിക്കുന്ന യൂണിയനാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുകയും അവിടെ മത്സരാർത്ഥികളായ വിദ്യാർത്ഥികളടക്കം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ അറസ്റ്റ് മാത്രമേ നടന്നുള്ളൂ. പക്ഷെ അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഈ വിധി നിർണയിച്ച കാര്യങ്ങളിൽ അപ്പലേറ്റ് കമ്മിറ്റിക്ക് വിധി വിടുകയും പിന്നീട് ഇതിൽ ആരോപണവും പരാതിയും ഉണ്ടായ പശ്ചാത്തലത്തിൽ അറസ്റ്റിലേക്ക് പോവുകയും ഒക്കെയാണ് ചെയ്തത്. ആ ഘട്ടത്തിലടക്കം വിധികർത്താക്കളും പരിശീലകരും ഒക്കെ മർദ്ദനത്തിന് ഇരയായി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം പോലീസിന് ഇത് ഉൾപ്പെടുന്ന വിശദാംശങ്ങൾ നൽകിയ ഒരു പ്രാഥമിക മൊഴി അറസ്റ്റിലായ ഘട്ടത്തിൽ ഇദ്ദേഹം ഉൾപ്പെടെ, ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വ്യക്തി ഉൾപ്പെടെ, വിധികർത്താവ് ഉൾപ്പെടെ ആ ഘട്ടത്തിൽ നൽകിയതുമാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും മറ്റും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശം ഇദ്ദേഹത്തെ അടക്കം അറിയിച്ചത്. അതിന് എത്തേണ്ടതിന്റെ തലേ ദിവസം കൂടിയാണ് ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ സംഭവം
ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. കലോത്സവം ആകെ തന്നെ വലിയ തോതിൽ വലിയ വിവാദമായി തന്നെ വളരുന്നത് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ്. ഒപ്പം ഇദ്ദേഹം നേരത്തെ അറസ്റ്റിലായ വേളയിലടക്കം മർദ്ദനത്തിന്റെ കാര്യത്തിൽ ആ ഘട്ടത്തിൽ മൊഴി നൽകുകയും ഒപ്പം ഇതിലേതെങ്കിലും തരത്തിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടിട്ടില്ല എന്ന നിലയ്ക്കൊരു വാദം ഇദ്ദേഹം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന്റെ വിശദാംശങ്ങൾ ഏതായാലും പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടതിന്റെ വസ്തുതാ പരിശോധന പോലീസ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ പക്ഷേ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക തെളിവുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് പോയത് എന്നതായിരുന്നു ആ ഘട്ടത്തിൽ പോലീസിന്റെ ഒരു വാദം ഉണ്ടായിരുന്നത്. അതൊക്കെ പക്ഷേ പോലീസ് പിന്നീട് വിശദമായി പോലീസ് പരിശോധനയിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇദ്ദേഹമാണ് പ്രധാനമായും ആരോപണ വിധേയനായത്. ഇദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായ മറ്റു രണ്ടുപേർ യഥാർത്ഥത്തിൽ പരിശീലകരാണ്. അതുകൊണ്ട് വിധികർത്താക്കളുടെ ഫോൺ വഴി ആശയവിനിമയം നടത്തുകയും കോഴ ആരോപണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ചില ഫോൺ റെക്കോർഡുകളൊക്കെ പുറത്തുവിടുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ശരി, വിശദമായ അന്വേഷണം നടക്കട്ടെ. ഈ വിധികർത്താവ് നിരപരാധിയാണെങ്കിൽ കുടുക്കിയവർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ. സംഭവത്തിൽ കോഴ ആരോപണത്തിൽ വിജിലൻസിനടക്കം പരാതി നൽകാൻ SFI ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നത്. വാർത്തകളിലേക്ക് വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും.